നമസ്കാരം. നാടിന് നാവും നേരും നാട്ടുവട്ട വാർത്തകളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നാളെ മെയ് 22 ലോക ജൈവ വൈവിധ്യ ദിനമാണ് നാളെ. മറ്റ് പ്രത്യേകതകളും അതുകൂടാതെ നാട്ടുവട്ട വാർത്തകളിലേക്ക് നമുക്ക് പോകാം. നാളെ മെയ് 22 ലോക ജൈവ വൈവിധ്യ ദിനം, വേൾഡ് ഡേ ഫോർ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവായ രാജാറാം മോഹൻ റോയ് ബംഗാളിലെ ബർദ്വാനടുത്തുള്ള രാധാനഗറിൽ ജനിച്ചു. 1772 ഈ ജനനം. വൈദ്യുതകാന്തം കണ്ടുപിടിച്ച വില്യം സർജീനിയൻ ജനിച്ചു. 1783 ഇത്. ഫ്രഞ്ച് മഹാകവിയും നോവലിസ്റ്റുമായ വിക്ടർ ഹ്യൂഗോ പാരീസിൽ അന്തരിച്ചു. 1885 ഈ വിയോഗം. ഷെർലക് ഹോംസ് എന്ന കുറ്റാന്വേഷണ കഥാപാത്രത്തിന്റെ സൃഷ്ടിയിലൂടെ വിഖ്യാതനായി തീർന്ന ബ്രിട്ടീഷ് നോവലിസ്റ്റ് സർ ആർതർ കോനാൻ ഡോയൽ എഡിൻബറോയിൽ ജനിച്ചു. 1859 ഇത്. ചിലിയിലെ വാൾഡിവിയയിൽ 9.5 തീഷ്ണതയുള്ള ഭൂചലനം അനുഭവപ്പെട്ടു. ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും ശക്തമായ ഭൂകമ്പമാണിത്. 1960 ഇത്. പ്രകൃതി ലോകവുമായുള്ള നമ്മുടെ ബന്ധം പുനഃപരിശോധിക്കാൻ ആഗോള സമൂഹം ആവശ്യപ്പെടുമ്പോൾ ഒരു കാര്യം തീർച്ചയാണ്: നമ്മുടെ എല്ലാ സാങ്കേതിക പുരോഗതികളും ഉണ്ടായിരുന്നിട്ടും നമ്മുടെ വെള്ളം, ഭക്ഷണം, മരുന്നുകൾ, വസ്ത്രങ്ങൾ, ഇന്ധനം, പാർപ്പിടം എന്നിവയ്ക്കായി ആരോഗ്യകരവും ഊർജ്ജസ്വലവുമായ ആവാസ വ്യവസ്ഥയെ നാം പൂർണ്ണമായും ആശ്രയിക്കുന്നു. 2022 തീം എല്ലാ ജീവിതത്തിനും ഒരു പങ്കിട്ട ഭാവി കെട്ടിപ്പടുക്കുക എന്നതാണ്. നിരവധി സുസ്ഥിര വികസന വെല്ലുവിളികൾക്കുള്ള ഉത്തരമാണ് ജൈവവൈവിധ്യം. ജൈവവൈവിധ്യമാണ് നമുക്ക് മികച്ച രീതിയിൽ പുനർനിർമ്മിക്കാൻ കഴിയുന്ന അടിത്തറ എന്ന സന്ദേശം ഉൾക്കൊണ്ട് പ്രവർത്തിക്കേണ്ട അവസരമാണിത്. ആവാസ വ്യവസ്ഥയെ അടിസ്ഥാനമാക്കിയുള്ള സമീപനങ്ങളിൽ നിന്ന് കാലാവസ്ഥ, ആരോഗ്യ പ്രശ്നങ്ങൾ, ഭക്ഷ്യജല സുരക്ഷ, സുസ്ഥിര ഉപജീവന മാർഗങ്ങൾ എന്നിവയിലേക്കുള്ള പ്രകൃതി അധിഷ്ഠിത പരിഹാരങ്ങൾ കണ്ടെത്താൻ ജൈവവൈവിധ്യമാണ് നമുക്ക് അടിത്തറ. സുസ്ഥിര വികസനത്തിനുള്ള പ്രധാന അന്താരാഷ്ട്ര സ്ഥാപനമായ കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിയിൽ നിന്നുള്ള പ്രധാന സന്ദേശം ഇതാണ്. വൈവിധ്യമാർന്ന സസ്യങ്ങൾ, മൃഗങ്ങൾ, സൂക്ഷ്മാണുക്കൾ എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് ജൈവവൈവിധ്യത്തെ പലപ്പോഴും മനസ്സിലാക്കുന്നത്. എന്നാൽ അതിൽ ഓരോ ജീവവർഗത്തിനും ജനിതക വ്യത്യാസങ്ങളും ഉൾപ്പെടുന്നു. ഉദാഹരണത്തിന്, വിളവുകളുടെയും കന്നുകാലി ഇനങ്ങളുടെയും വൈവിധ്യമാർന്ന ആവാസ വ്യവസ്ഥകൾ അവരുടെ അംഗങ്ങൾക്കിടയിൽ ഒന്നിലധികം തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നു. നാം നാഗരികതകൾ കെട്ടിപ്പടുക്കുന്ന തൂണുകളാണ് ജൈവവൈവിധ്യ വിഭവങ്ങൾ. ഏകദേശം 3 ബില്യൺ ആളുകൾക്ക് മത്സ്യങ്ങളും മൃഗങ്ങളും പ്രോട്ടീന്റെ 20% നൽകുന്നു. മനുഷ്യന്റെ ഭക്ഷണത്തിന്റെ 80% നൽകുന്നത് സസ്യങ്ങളാണ്. വികസ്വര രാജ്യങ്ങളിലെ ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന 80% ആളുകളും അടിസ്ഥാന ആരോഗ്യ സംരക്ഷണത്തിനായി പരമ്പരാഗത സസ്യാധിഷ്ഠിത മരുന്നുകളെ, അതായത് പച്ചമരുന്നുകളെ, ഔഷധ സസ്യങ്ങളെ ആശ്രയിക്കുന്നവരാണ്. എന്നാൽ ജൈവവൈവിധ്യത്തിന്റെ നഷ്ടം നമ്മുടെ ആരോഗ്യം ഉൾപ്പെടെ എല്ലാം അവതാളത്തിലാക്കും. ജൈവവൈവിധ്യം നഷ്ടം മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളുടെ വർധനവിന് കാരണമാകുമെന്ന് തെളിയിച്ചിട്ടുണ്ട്. ജൈവവൈവിധ്യം കേടുകൂടാതെ സൂക്ഷിക്കുകയാണെങ്കിൽ കൊറോണ വൈറസ് മൂലമുണ്ടാകുന്ന പകർച്ചവ്യാധികൾക്കെതിരെ പോരാടുന്നതിന് ഇത് മികച്ച മാർഗവുമാണ്. ജൈവവൈവിധ്യം ഭാവി തലമുറകൾക്ക് വലിയ മൂല്യമുള്ള ഒരു ആഗോള സ്വത്താണെന്ന തിരിച്ചറിവ് വളർന്നു വരുന്നുണ്ടെങ്കിലും ചില മനുഷ്യ പ്രവർത്തനങ്ങൾ മൂലം ജീവിവർഗങ്ങളുടെ എണ്ണം ഗണ്യമായി കുറയുന്നു. പൊതുവിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യവും ഈ വിഷയത്തെക്കുറിച്ചുള്ള അവബോധവും കണക്കിലെടുത്ത് ജൈവവൈവിധ്യത്തിനായുള്ള അന്താരാഷ്ട്ര ദിനം വർഷം തോറും ആഘോഷിക്കാൻ UN തീരുമാനിച്ചു. നമ്മുടെ ഗ്രഹത്തോടുള്ള നിങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കാൻ നിങ്ങളൊരു ദിവസത്തിനായി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എന്തുകൊണ്ട് മെയ് 22 അന്താരാഷ്ട്ര ജൈവവൈവിധ്യ ദിനം ആചരിച്ചുകൂടാ? എല്ലാ ജീവജാലങ്ങൾക്കും അവർ ഏത് പരിസ്ഥിതിയെ ആശ്രയിച്ചാലും അതിജീവിക്കാൻ മാത്രമല്ല അഭിവൃദ്ധി പ്രാപിക്കാനും കഴിയുന്ന ഒരു സ്ഥലമായി ഭൂമി നിലനിൽക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ സമർപ്പിക്കപ്പെട്ട ഒരു ദിനമാണിത്. യഥാർത്ഥത്തിൽ ജൈവവൈവിധ്യ ദിനം ഡിസംബർ 29 പ്രഖ്യാപിച്ചത്. എന്നിരുന്നാലും 2000 ഡിസംബറിൽ UN ജനറൽ അസംബ്ലി തീയതി മെയ് 22 മാറ്റി. 1992 റിയോ ഫാമ ഉച്ചകോടിയിൽ കൺവെൻഷൻ അംഗീകരിച്ചതിന്റെ സ്മരണയ്ക്കായാണ് ബയോഡൈവേഴ്സിറ്റി ദിനം ആചരിക്കുന്നത്. ഭാഗികമായി ഡിസംബറിന്റെ അവസാനത്തിൽ വരുന്ന വിവിധ അന്താരാഷ്ട്ര അവധി ദിനങ്ങളുമായി ഏറ്റുമുട്ടുന്നത് ഒഴിവാക്കുക. അതിനാൽ നിങ്ങളൊരു മരുഭൂമിയിലെ കാലാവസ്ഥയിൽ വന്നോ, വനത്തിൽ നിന്നോ, താഴ്വരയിൽ നിന്നോ, ചതുപ്പ് നിലത്തിൽ നിന്നോ ആകട്ടെ, ഈ മെയ് 22 ലോകത്തോടൊപ്പം
ജൈവവൈവിധ്യ ദിനം ആഘോഷിക്കും. ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സിൽ വാർഷികാഘോഷം ഏപ്രിൽ 14 മുതൽ 24 വരെ നീണ്ടു നിൽക്കുന്ന ആഘോഷ നാളുകളിൽ ഓരോ പവൻ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോഴും പട്ടുസാരികളും ചുരിദാറുകളും സമ്മാനം. ഐശ്വര്യത്തിന്റെ നല്ല നാളുകളിൽ കാതലണിയാൻ വൈവിധ്യമാർന്ന ആയിരക്കണക്കിന് ജിമിക്കി കമ്മലുകളുമായി ചിന്നൂസ് ജിമിക്കി ഫെസ്റ്റ്. വാർഷിക ദിനങ്ങൾ കൂടുതൽ പ്രൗഢമാക്കുവാൻ ചിന്നൂസ് ന്യൂ അറൈവൽ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസും നിങ്ങളെ കാത്തിരിക്കുന്നു. ഡെയിലി വെയർ, ബാംഗിൾസ്, ചെയിൻ എന്നിവയ്ക്ക് വെറും 3% മുതൽ പണിക്കൂലി. 5 പവനിൽ ആരംഭിക്കുന്ന ബ്രൈഡൽ സെറ്റുകൾ. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. ആന്റിക്, ചെട്ടിനാട്, നഗാസ്, ടർക്കിഷ് തുടങ്ങിയ ഡിസൈനർ ആഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ബോട്ടി കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഒരുക്കിയിരിക്കുന്നു. ആഘോഷങ്ങളുടെ മാറ്റുകൂട്ടുവാനായി സ്പെഷ്യൽ ആനിവേഴ്സറി ഓഫറുകളും പ്രൗഢിയും വിലക്കുറവും ഇവിടെ ഒന്നിക്കുന്നു. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, ആശുപത്രിമുക്ക്, കുണ്ടറ. കാലത്ത് വിദ്യാഭ്യാസ മേഖലയിൽ വരുന്ന മാറ്റങ്ങൾ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ശ്രദ്ധയോടെ മനസ്സിലാക്കണമെന്നും കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ അത് ലക്ഷ്യബോധത്തോടെ ആയിരിക്കണമെന്നും PC വിശ്വനാഥ് MLA കുണ്ടറ IHRD കോളേജിൽ നടന്ന 4 വർഷ ബിരുദ കോഴ്സുകളെക്കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രിൻസിപ്പാൾ RK ബിന്ദു അധ്യക്ഷത വഹിച്ചു. ഫാത്തിമ മാതാ നാഷണൽ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ KS സിജിൻ ക്ലാസ് എടുത്തു. കമ്പ്യൂട്ടർ വിഭാഗം മേധാവി ഷാജി ആന്റണി, PTA പ്രസിഡന്റ് രഞ്ജൻ, മുൻ PTA പ്രസിഡന്റ് അജിത് കുമാർ, പൗലോസ്, സുനിൽ, സുലൈമാൻ എന്നിവർ സംസാരിച്ചു. കുട്ടികൾക്ക് അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് സബ്ജക്റ്റൊക്കെ സെലക്ട് ചെയ്യാനുള്ള ഒരു കണക്ക് പഠിക്കുന്ന ആൾക്ക് ചരിത്രവും ഭാഷയുമെല്ലാം കൂടെ പഠിക്കാം എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിനോടൊക്കെ താല്പര്യമുണ്ടെങ്കിലും കരിയറിൻ്റെ ഒരു കൂടിയ താല്പര്യം വെച്ച് നമ്മൾ ചിലയിടത്തേക്ക് മാത്രം ചുരുങ്ങിപ്പോകുന്ന ഒരു വിഷമമുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടുകയാണ് ഈ പുതിയ സംവിധാനം വരുമ്പോൾ. 3 വർഷം കഴിഞ്ഞിട്ട് PhDയും കൂടി ചേർന്ന് 4ാമത്തെ വർഷം ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ കൂടെ തന്നെ PhDയും കൂടി എടുക്കാനുള്ള സൗകര്യം കൂടെ കുട്ടികൾക്ക് ലഭിക്കുകയാണ്. അല്ല അത് വേണ്ട എന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഇതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലാതെ ഇത് ഈ സംവിധാനത്തിലേക്ക് വരുമ്പോൾ നിലവിലുള്ള സൗകര്യങ്ങളിൽ നിന്നും കൂടുതൽ അവസരങ്ങളിലേക്കും കൂടുതൽ സ്വാതന്ത്ര്യത്തിലേക്കും കുട്ടികൾക്ക് അതിനുള്ള അവസരമാണ് ഉണ്ടാവുക. വിജയിക്കുന്നത് പോലെ തന്നെ മധുരതരമാണ് വിജയിപ്പിക്കുന്നതും. സ്പോക്കൺ ഇംഗ്ലീഷ് GKയിലൂടെയും കറണ്ട് അഫയേഴ്സിലൂടെയും പഠിപ്പിക്കുന്നു. വീനസ് കരിയർ ഗൈഡൻസ് സെന്റർ, ആശുപത്രിമുക്ക്, കുണ്ടറ. ഉദ്യോഗാർത്ഥികളുടെ ആശാകേന്ദ്രം. ഉദ്യോഗസ്ഥരുടെ അനങ്ങാപ്പാറ നയവും ഉദ്യോഗസ്ഥരെ കൊണ്ട് പണിയെടുപ്പിക്കേണ്ട ജനപ്രതിനിധികളുടെ കഴിവില്ലായ്മയും ഇളമ്പള്ളൂർ ജംഗ്ഷനിലെത്തുന്നവരെ വെള്ളക്കെട്ടിൽ തള്ളിയിടുകയാണ്. മഴക്കാലം തുടങ്ങിയതോടെ ഇവിടെ പതിവായ വെള്ളക്കെട്ട് തുടരുകയാണ്. കൊല്ലം തിരുമംഗലം ദേശീയപാതയ്ക്ക് അടിയിലൂടെ വെള്ളം ഒഴുകിപ്പോകേണ്ട കൾവർട്ട് നിറയെ സ്വകാര്യ മൊബൈൽ കമ്പനികളുടെ കേബിൾ പൈപ്പുകൾ ഇട്ടിരിക്കുന്നതാണ് വെള്ളക്കെട്ടിന് കാരണം. ഇളമ്പള്ളൂർ ജംഗ്ഷനിലാണ് മഴക്കാലമായാൽ വെള്ളക്കെട്ട് സ്ഥിരമായി തുടരുന്നത്. റോഡിന്റെ ഓരങ്ങളിൽ നിന്ന് ഒഴുകിയെത്തിയിരുന്ന വെള്ളം ഇളമ്പള്ളൂർ ദേവീക്ഷേത്രത്തിന് മുന്നിൽ ദേശീയപാതയ്ക്ക് അടിയിലൂടെയുള്ള കൾവർട്ട് വഴി റെയിൽവേ പുറമ്പോക്കിലേക്ക് എത്തിയിരുന്നു. ഇങ്ങനെ വെള്ളം ഒഴുകിപ്പോയിക്കൊണ്ടിരുന്ന കൾവർട്ടാണ് ഇപ്പോൾ നീരൊഴുക്ക് സാധ്യമല്ലാത്ത വിധം അടഞ്ഞിരിക്കുന്നത്. ദേശീയപാത അധികൃതർ നവീകരണത്തിന്റെ ഭാഗമായി പാതയ്ക്കിരുവശവും നടപ്പാതകളും പൈപ്പ് വേലികളും തീർത്തപ്പോൾ ഓടയിലേക്ക് വെള്ളം ഒഴുകിയെത്തുന്നതിനുള്ള പ്രവേശന ഭാഗം വെള്ളം ഒഴുകാൻ ഭാഗത്തിൽ വൃത്തിയാക്കിയില്ല. ഇതുകൂടിയായതോടെ ഒരു തുള്ളി വെള്ളം പോലും പോകാത്ത സ്ഥിതിയുമായി. ഇളമ്പള്ളൂർ ദേവീക്ഷേത്രം, ഇളമ്പള്ളൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, ഇളമ്പള്ളൂർ KGB ഗവൺമെന്റ് UP സ്കൂൾ എല്ലാം ഈ ജംഗ്ഷനിലാണ് സ്ഥിതി ചെയ്യുന്നത്. KSRTC സ്വകാര്യ ബസ്സുകൾ നിർത്തുന്ന ബസ് ബേ കൂടിയാണ് വെള്ളക്കെട്ട്. ബസ്സിൽ നിന്ന് യാത്രക്കാർക്ക് ഇറങ്ങുന്നതും കയറുന്നതും ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. വിനോദത്തിലൂടെ വ്യായാമം, ആഹ്ലാദത്തിലൂടെ ആരോഗ്യം. ഹെൽത്ത് ലൈൻ വെൽനസ് സെന്റർ, ആശുപത്രിമുക്ക്, കുണ്ടറ. അഡ്മിഷൻ തുടരുന്നു. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 7994513875. പെരുമ്പുഴ സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നിർധനരായ 100 വിദ്യാർത്ഥികൾക്ക് സൗജന്യ പഠന ഉപകരണങ്ങൾ വിതരണം ചെയ്തു. വൈസ് പ്രസിഡന്റ് വേണുഗോപാലപിള്ള അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി V നാരായണപിള്ള, L പത്മകുമാർ, ശ്രീകുമാർ, സന്തോഷ്, സരോവരം ശ്രീകുമാർ, ശിവപ്രസാദ് എന്നിവർ പങ്കെടുത്തു. ചടങ്ങിൽ മോട്ടിവേഷൻ ക്ലാസ് CS വിനോദ് കുമാർ നയിച്ചു.
ജനിച്ചാൽ ഒരിക്കൽ മരണമുണ്ടാകും. മരണം ഭീതിയും വേദനകളും നിറഞ്ഞതുമാണ്. ശവശരീരം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം? ഇന്ന് നമുക്ക് അതിനെക്കുറിച്ചൊന്ന് നോക്കാം. ചില വസ്തുക്കൾ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നു, മറ്റു ചിലത് താഴ്ന്നു പോകുന്നു. ഒരു വസ്തു വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുമോ അതോ താഴ്ന്നു പോകുമോ എന്ന് നിശ്ചയിക്കുന്നത് വസ്തുവിൻ്റെ ആപേക്ഷിക ഘനത്വമാണ്. വസ്തുവിൻ്റെ ഘനത്വവും ജലത്തിൻ്റെ ഘനത്വവും തമ്മിലുള്ള അനുപാതമാണ് ആപേക്ഷിക ഘനത്വം. മനുഷ്യ ശരീരത്തിൻ്റെ ആപേക്ഷിക ഘനത്വം 0.9 മുതൽ 1.05 വരെയാണ്. ശുദ്ധജലത്തിൽ പൊങ്ങിക്കിടക്കാൻ കഴിയണമെങ്കിൽ ഒരാളുടെ ആപേക്ഷിക ഘനത്വം 0.9875 കുറവായിരിക്കണം എന്ന് കണക്കാക്കിയിട്ടുണ്ട്. നാം ശ്വാസോച്ഛ്വാസം നടത്തുന്നതുകൊണ്ട് ശരീരത്തിൻ്റെ ആപേക്ഷിക ഘനത്വം വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ശ്വാസം ഉള്ളിലേക്ക് വലിക്കുമ്പോൾ ആപേക്ഷിക ഘനത്വം കുറയുകയും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ആപേക്ഷിക ഘനത്വം കൂടുകയും ചെയ്യുന്നു. ഇനി ശവശരീരം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതിന് കാരണമെന്തെന്ന് നോക്കാം. മുങ്ങിമരണം കഴിഞ്ഞ ഉടനെ ശവശരീരം വെള്ളത്തിനടിയിലായിരിക്കും. പക്ഷേ ഈ ശവശരീരത്തിന് ക്രമേണ ജൈവരാസ വിഘടനം സംഭവിക്കുന്നു. പ്രസ്തുത വിഘടനത്തിൻ്റെ ഫലമായി രൂപം കൊള്ളുന്ന വാതകങ്ങൾ ശരീരകോശങ്ങളിൽ നിറയുകയും ജലത്തെ പുറംതള്ളുകയും ചെയ്യുന്നു. തൽഫലമായി ശവശരീരം ജലോപരിതലത്തിലേക്ക് പൊന്തി വരുന്നു. കിഴക്കേക്കല്ല പഞ്ചായത്തിലെ 15 വാർഡുകളിലും തുടർച്ചയായി 2 ദിവസങ്ങളിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തും. ഓടകൾ വൃത്തിയാക്കുകയും പാതയോരങ്ങൾ സഞ്ചാരോഗ്യമാക്കുകയും അജൈവ മാലിന്യങ്ങളുടെ ശേഖരണവുമാണ് പ്രധാനമായും നടപ്പിലാക്കിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് KG ലാലി ഉദ്ഘാടനം ചെയ്തു. വിവിധ വാർഡുകളിൽ വൈസ് പ്രസിഡന്റ് രാജു ലോറൻസ്, സ്ഥിരം സമിതി അധ്യക്ഷരായ റാണി സുരേഷ്, A. സുനിൽ പാട്ടത്തിൽ, S. ശ്രുതി, പഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് സെക്രട്ടറി M. സുചിത്ര ദേവി, അസിസ്റ്റന്റ് സെക്രട്ടറി ഫൈസൽ അഹമ്മദ്, ഹെൽത്ത് ഇൻസ്പെക്ടർ SK പ്രദീപ്, തൊഴിലുറപ്പ് പദ്ധതി അക്രഡിറ്റഡ് എഞ്ചിനീയർ രമ്യ സതീഷ്, ഫെബി വിൽസൺ, തൊഴിലുറപ്പ് പദ്ധതി അംഗങ്ങൾ, ഹരിതകർമ്മ സേന അംഗങ്ങൾ, വാർഡുതല സാനിറ്റേഷൻ കമ്മിറ്റി അംഗങ്ങൾ, ആശാ വർക്കർമാർ എന്നിവർ നേതൃത്വം നൽകി. കളക്ടർ ബ്രോ പ്രശാന്ത് നായർ എഴുതുന്നു. A+ നല്ലത് തന്നെ, പക്ഷേ ഓവറാക്കി ചളമാക്കരുത്. എൻ്റെ ചെറിയ ബുദ്ധിയിലെ അഭിപ്രായം മാർക്ക് ഷീറ്റ് ഒരു കുട്ടിയുടെ സ്വകാര്യതയാണ് എന്നാണ്. കാണിക്കേണ്ട സ്ഥലത്ത് മാത്രം കാണിക്കേണ്ടത്. വലിയ കൊമ്പത്തെ ഗ്രേഡ് കിട്ടാത്ത കുഞ്ഞുങ്ങളിൽ ഈ മാർക്ക് ഷീറ്റ് പ്രദർശനം ഇടുന്ന പ്രഷർ എന്തായിരിക്കും? ഇത്രമാത്രം ഹൈപ്പ് അർഹിക്കാത്ത ഒരു പരീക്ഷയാണ് 10ാം തരം എന്നുകൂടി ഓർക്കണം. ജീവിത വിജയവുമായിട്ട് വലിയ ബന്ധവുമില്ല. 10ാം തരത്തിലെ ഗ്രേഡിംഗ് നടത്തുന്നത് കുട്ടികളെ സാമൂഹികമായി വേർതിരിക്കാനല്ല, അക്കാദമിക് ചോയ്സുകൾ പ്രാവർത്തികമാക്കാൻ മാത്രമാണ്. A+ ആഘോഷങ്ങളിലും സ്വീകരണങ്ങളിലും പങ്കെടുക്കാൻ വിളിക്കുന്നവരോട് സ്നേഹത്തോടെ വരാൻ നിർവാഹമില്ല എന്നേ പറയാൻ പറ്റൂ. ഇവർക്ക് സ്വീകരണവും ആഘോഷവും ഒരുക്കുമ്പോൾ അപമാനിക്കപ്പെടുകയും അവഗണനയുമായി ഓരത്ത് മാറി നിൽക്കുകയും ചെയ്യുന്ന ബാക്കി കുട്ടികളുടെ മനസ്സ് ആര് വായിക്കും? അവരും മിടുക്കരും മിടുക്കികളും തന്നെയാണ്. ഇത്തരത്തിൽ സിസ്റ്റമാറ്റിക്കായി സമൂഹം ഒന്നടങ്കം അവരെ മാനസികമായി തളർത്താതിരുന്നാൽ മതി. ഈ രംഗത്തിൽ പങ്കാളിയാവാൻ വയ്യുണ്ണി. വിജയങ്ങൾ നമ്രതയോടെ ഏറ്റുവാങ്ങാനാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത്, വൾഗറായി ആഘോഷിക്കാനല്ല. പരാജയങ്ങളെ ഗ്രേസ്ഫുള്ളായി കൈകാര്യം ചെയ്യാനും. ഗൗരവമുള്ള ഉന്നത പരീക്ഷകളും ശരിക്കുള്ള ജീവിത പരീക്ഷണങ്ങളും ഇനി വരാനിരിക്കുന്നതേയുള്ളൂ. ഇതോടെ ഇന്നത്തെ നാട്ടുവട്ട വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. ഞങ്ങളുടെ ലൈല ക്രിയേഷൻസിന്റെ ബാനറിൽ പുറത്തിറങ്ങിയ 5 സിനിമകളും ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ്. 5 സിനിമകളും നിങ്ങൾ കാണുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റുകളായി യൂട്യൂബിന്റെ താഴെ തന്നെ രേഖപ്പെടുത്തുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നാളെ രാത്രി 8 നും 9 മണിക്കും ഇടയ്ക്ക് നമുക്ക് കാണാം. അതുവരേക്കും നാട്ടുവട്ടം ടീമിന്റെ നന്ദി, സ്നേഹം.